Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about how we can multiply a vector with a real number and then the graphical representation of addition of vectors, subtraction of vectors, etc. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെക്ടർ എന്താണ് വെക്ടർ എന്നുള്ളത്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെക്ടറിനെ ഒരു റിയൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു വെക്ടർ വരയ്ക്കുകയാണ്. ലെറ്റ് എ ബി ദ വെക്ടർ ഹൂസ് ലെങ്ത് റെപ്രസെന്റ്സ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. അങ്ങനെയാണ് ഞാൻ ഈ എനെ ലാംഡ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റിയൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, അതായത് ഗ്രേറ്റർ ദാൻ 0. ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ലാംഡ എ എന്ന് കിട്ടും. ഇത് എങ്ങനെ വരുമെന്ന് അറിയാമോ? ഇപ്പൊ ഇതാണ് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ അതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആയിട്ട് മാറും, ട്വൈസ് ആയിട്ട് മാറും. ഇത് 2a ആയിരിക്കും. മനസ്സിലായോ? If I am multiplying a with a positive real number, its direction will remains the same but magnitude increases twice. ഓക്കെ, ഞാൻ ഏത് നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, സോ പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ഡയറക്ഷൻ will remains the same but magnitude increases in respect to the magnitude of the real number. റിയൽ നമ്പറിന്റെ വാല്യൂ അനുസരിച്ചിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ഇനിയിപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ എ വെക്ടർ ആണ്. ഞാൻ എ വെക്ടറിനെ ഒരു നെഗറ്റീവ് റിയൽ നമ്പറുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പൊ ഞാനിപ്പോ എടുക്കുന്ന നമ്പർ ലാംഡ ഇസ് ഈക്വൽ ടു -2 ആന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് -2a ആയിരിക്കും. അതായത് ഈ വെക്ടർ ട്വൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു, അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയും ചെയ്തു. മൈനസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വെക്ടറിന്റെ കേസിൽ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു എന്നർത്ഥം. അപ്പൊ നമ്മൾ ഒരു നെഗറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. Direction will reverse and the magnitude also increases. ഓക്കെ, ഇതാണ് ഒരു പോസിറ്റീവ് റിയൽ നമ്പറും ഒരു നെഗറ്റീവ് റിയൽ നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എഫക്റ്റ്. ഞാനിപ്പോ ഇവിടെ 2 ആയി എടുത്തത്, നമ്മൾ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതനുസരിച്ച് ഇവിടെ വ്യത്യാസം വരും. എളുപ്പമല്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, ഗ്രാഫിക്കൽ മെത്തേഡ്. നമ്മളെ ഈ വെക്ടർ എന്ന് പറഞ്ഞ സാധനം 1 + 1 = 2 അല്ലെങ്കിൽ 2 + 2 = 4 എന്ന് പറഞ്ഞാൽ ചുമ്മാതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. വെക്ടർ അഡീഷൻ എന്ന് തന്നെ പറയും. ഈ വെക്ടർ അഡീഷൻ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മളത് പ്രോബ്ലം ആയിട്ട് ചെയ്തു വരും കേട്ടോ. ഇപ്പൊ ഗ്രാഫ് വഴിക്ക് നമ്മൾ എങ്ങനെ ഒരു വെക്ടർ അഡീഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 2 രീതിയാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ, സെക്കൻഡ് വൺ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. 2 രീതിക്ക് നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതാ ഈ ബോർഡിൽ ഞാൻ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും ഒരേപോലെ വരയ്ക്കാൻ പോകും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ എ വെക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ എ വെക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ബി വെക്ടർ. ഇവിടെ 2 വെക്ടർ ഉണ്ട്. ഐ എം ഗോയിങ് ടു ആഡ് ബോത്ത് ദിസ് വെക്ടർ. ഫസ്റ്റ് ഐ എം ചൂസിങ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എ വെക്ടറിനെ ഇതേപോലെ ഇങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു വെക്ടറിന്റെ ആരോ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഹെഡ് എന്ന് പറയും. ഓപ്പോസിറ്റ് എൻഡിനെ നമ്മൾ ടെയിൽ എന്ന് പറയും. സോ ദിസ് ഇസ് ആരോ ഹെഡ് ആൻഡ് ദിസ് ഇസ് ടെയിൽ. ഫോർ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ we have to join the tail of vector b to the head of vector a. അതായത് ഈ ഒരു ഇൻക്ലിനേഷനിൽ തന്നെ എനിക്ക് ബി വെക്ടറിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ബി വെക്ടറിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് ഇതേപോലെ എടുത്ത്
ഇവിടോട്ട് കൊണ്ടുവന്ന് വെക്കാം. കണ്ടോ? അതായത് എ വെക്ടറിന്റെ ആരോ ഹെഡില് ബി വെക്ടറിന്റെ ടെയില് ഞാൻ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, കൊണ്ടുവന്ന് വെച്ചു. ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ? ഇനി ഞാൻ ഇതിന്റെ ടെയിലിന്ന് ഒരു വെക്ടർ വരയ്ക്കും ടുവേഴ്സ് ദി ആരോ ഹെഡ് ഓഫ് ബി വെക്ടർ. കണ്ടോ? അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ എനിക്കൊരു റിസൾട്ടന്റ് വെക്ടർ കിട്ടും, ആർ വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ കണ്ടോ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ബി വെക്ടർ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ബി വെക്ടർ, ഈ ബി വെക്ടറിനെ ഞാൻ എന്ത് ചെയ്തു? അതേ ഇൻക്ലിനേഷനിൽ ഇവിടെ കൊണ്ടുവന്ന് എ വെക്ടറിന്റെ ആരോ ഹെഡുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. സോ ദ റിസൾട്ടന്റ് വെക്ടർ ഈസ് ദ സമ്മേഷൻ ഓഫ് എ ആൻഡ് ബി. ഇതിനെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയാൻ കാര്യം, ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് ആയിട്ടാണ് ഈ വെക്ടേഴ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയാൻ കാര്യം. ഇനി നമുക്ക് നെക്സ്റ്റ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് നോക്കാം. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന് ഞാൻ എ വെക്ടറിനെ ഇവിടോട്ട് വരയ്ക്കുകയാണ് കേട്ടോ. മുമ്പേ ചെയ്ത പോലെ തന്നെ എ വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ എ വെക്ടർ. എന്നിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബി വെക്ടറിനെ ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ടെയില് ഇതിന്റെ എ വെക്ടറിന്റെ ടെയിലുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കും. അതായത് ഞാൻ ബി വെക്ടറിനെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ബി വെക്ടറിനെ ഇതേപോലെ കൊണ്ടുവന്ന് ഇതിന്റെ ടെയിൽ ടു ടെയിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? ഹെഡ് ടു ടെയിൽ ആയിരുന്നു. സോ ഇതിന് ഹെഡ് ടു ടെയിൽ അഡീഷൻ എന്ന് പറയും. ഇവിടെ ടെയിൽ ടു ടെയിൽ ആണ് ജോയിൻ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പം എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും. പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതേ ലെങ്ത്തിൽ നമ്മൾ വരയ്ക്കും. ഈ ബീനെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു പാരലോഗ്രാം കിട്ടും. എന്നിട്ട് ആ പാരലോഗ്രാമിന്റെ ഡയഗ്രണൽ എടുക്കുമ്പം നമുക്കിതിന്റെ റിസൾട്ടന്റ് വെക്ടർ കിട്ടും, എ പ്ലസ് ബി. കണ്ടോ? അപ്പൊ ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. കണ്ടോ, ഇത് രണ്ടും ചെയ്താലും സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ ബി വെക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ചെറിയ വ്യത്യാസം വരുന്ന ഞാൻ വരച്ചതിലുള്ള വ്യത്യാസം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് വെക്ടറിനെ എനെയും ബിനെയും നമ്മൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് ചെയ്താലും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് ചെയ്താലും ഒരേ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ട്രയാങ്കുലർ ഈ അഡീഷൻ എന്ന് പറയുന്നത് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. വെക്ടർ അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. അതായത് എയും ബിയും വെക്ടർ ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബിയും എയും വെക്ടർ ആഡ് ചെയ്താൽ കിട്ടുന്നത്. നെക്സ്റ്റ് വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. വെക്ടർ അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഓൾസോ അസോസിയേറ്റീവ്. ഇതാണ് നമുക്ക് വെക്ടർ അഡീഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. There are two methods, triangular law of vector addition and parallelogram law of vector addition. നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. അതിനു വേണ്ടി ഇപ്പം ഇതാണ് എൻ്റെ എ വെക്ടർ. ഓക്കെ, ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന വെക്ടർ. ഇവിടെ എനിക്ക് വേറൊരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, എ വെക്ടറും ബി വെക്ടറും. ഈ സബ്സ്ട്രാക്ഷന്റെ കേസിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബിയോട് ഈക്വൽ ആണ്. ഓക്കെ, എ പ്ലസ് മൈനസ് ബിയോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ ആലോചിച്ചോക്കെ, എ വെക്ടറും ഇവിടെ മൈനസ് ബി ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ബി വെക്ടറിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ മൈനസ് ബി കിട്ടുമല്ലോ. അപ്പൊ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എയുമായിട്ട് ആഡ് ചെയ്യണം. അപ്പൊ അത് സബ്സ്ട്രാക്ഷന് ഇക്വലന്റ് ആയിട്ട് കയറി വരും. അപ്പൊ ഞാനിപ്പോ വരച്ച ഫിഗറിൽ എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് നോക്കാം.
അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ബി വെക്ടറിന്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി ഞാനിപ്പോ ഈ വെക്ടറിനെ സെലക്ട് ചെയ്ത് ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഞാൻ നേരെ തിരിച്ചു. ഞാൻ എവിടെ കൊണ്ടുവെക്കണം? ഇതിന്റെ ഹെഡിൽ കൊണ്ടുവന്ന് നമ്മുടെ ബി വെക്ടറിന്റെ ടെയിൽ കൊണ്ടുവെക്കണം. ബി വെക്ടറിന്റെ ടെയിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് ഞാൻ ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കണം. എവിടെ നിന്ന് എങ്ങോട്ട് ജോയിൻ ചെയ്യണം? എയുടെ ടെയിലിൽ നിന്ന് ബിയുടെ ഹെഡിലേക്ക് വരുന്ന രീതിയിൽ ഒരു വെക്ടർ വരച്ചാൽ ഈ വെക്ടറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എ മൈനസ് ബി ആയിരിക്കും. മനസ്സിലായോ? എ മൈനസ് ബി ആയിരിക്കും ഈ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വെക്ടറിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ വന്നാലും വെക്ടറിൽ നമുക്ക് ഏതാണോ വെക്ടർ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിനെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമുക്ക് വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? നല്ല രസമില്ലേ സംഭവം തിരിച്ചതൊക്കെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സിമ്പിൾ, ഞാൻ കുറച്ച് ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. ഫസ്റ്റ് വൺ നമ്മൾ ഡീൽ ചെയ്തത് multiplication of a vector with a real number, with a positive real number and also with a negative real number. When we are multiplying the vector with a positive real number, the magnitude of the resultant vector will increase in accordance with the value of the real number and the direction will remain the same. If you are multiplying a vector with a negative real number, then the magnitude of the resultant vector will increase in accordance with the value of lambda or real number and the direction reverses. Okay, and in second section we discussed about vector addition, graphical representation of vector addition. There are two methods: triangular law of vector addition and parallelogram law of vector addition. Both are same. And then we discussed about subtraction of vectors. In subtraction of vectors, we reverse the direction of the second vector and add it to the first vector. Okay അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പറിലെ ഞാൻ ഒരു കുട്ടി കാര്യം പറയാൻ പറഞ്ഞു, അതോടെ പറഞ്ഞോട്ടെ. ഇഫ് ലാംഡ ഈസ് ഈക്വൽ ടു 0, then lambda into a is equal to 0 into a, which gives a 0 vector. ഒരു 0 വെക്ടർ ആയിരിക്കും തരുന്നത് കേട്ടോ. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും എന്താണ് 0 വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി ഇവിടുന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ പോയി അത് തിരിച്ച് ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അത് പോയിട്ട് തിരിച്ചു വന്നു, അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, പക്ഷെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ ഈ വെഹിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് 0 വെക്ടർ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ 0 വെക്ടർ എന്ന് കാണുമ്പോൾ 0യ്ക്ക് യാതൊരു അർത്ഥവുമില്ലാന്ന് കരുതരുത്. 0യ്ക്ക് ഭയങ്കര വാല്യൂ ആണ് സത്യത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. So hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.